നിങ്ങളെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും, ഓ ഇങ്ങനൊരു പുലിയാട്ടോ, ഇങ്ങനെ ഭയങ്കര കക്ഷിയാണ്, ഭയങ്കര സംഭവമാണ്. ഏത് മനുഷ്യനെ വീഴ്ത്താൻ പറ്റുന്ന ഒരു വജ്രായുധമായി പ്രശംസ അഥവാ പുകഴ്ത്തൽ എന്ന് പറയുന്നത്. നമ്മളെപ്പറ്റി ആരെങ്കിലും നല്ല കാര്യം പറയുന്നത് കേൾക്കാൻ ഒരു സുഖമാണ്. അതിലൊക്കെ ആൾക്കാർ മിക്കവാറും താല്പര്യം കാണിക്കും. എന്നാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പുകഴ്ത്തുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ നിങ്ങൾ ഭയക്കണം. നിങ്ങൾ ഭയക്കണം. കാര്യം അവർ കാര്യസാധ്യത്തിനായി കാര്യങ്ങൾ ആലോചിച്ച് വരുന്നവരാണ്. അവരുടെ മനസ്സിലതായിരിക്കില്ല. നമ്മുടെ കഴിവ് അംഗീകരിച്ച് ഒരാൾ നമ്മോട് സംസാരിക്കുന്നു, എന്നാൽ നമ്മളെ പുകഴ്ത്താൻ വേണ്ടി കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കി നമ്മോട് സംസാരിച്ച് കാര്യം സാധിച്ച് മടങ്ങിപ്പോകുന്നു. നമ്മളെ വ്യത്യാസം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേന്? നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് പറ്റുമോ? ഇത്തരം വാചകങ്ങളുമായി ഓരോ ദിവസവും ഇങ്ങനെ ഓരോ അധികാര കസേരകൾക്ക് അടുത്തെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ പഞ്ചാര വർത്തമാനത്തിൽ നിങ്ങൾ ഒരിക്കലും വീണു പോകരുത്. പുകഴ്ത്തലിനെ കുറിച്ച് വിഖ്യാത എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: പുകഴ്ത്തൽ ഒരു വാസനാ തൈലമാണ്. അത് നിങ്ങൾക്ക് മണത്ത് നോക്കാം, പക്ഷെ കുടിക്കരുത്. കാര്യം സാധിക്കാൻ പുകഴ്ത്തുന്നതിനെ ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് പറഞ്ഞു വയ്ക്കാൻ കഴിയുക? പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. കേൾക്കാൻ രസമുണ്ടെങ്കിലും പുകഴ്ത്തലുകളിൽ നിങ്ങൾ മോന്ത കുത്തി വീണു പോകരുത്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമുക്കൊക്കെ വളരെ അടുപ്പമുള്ള ബാലകൃഷ്ണപിള്ള സാർ, ആർ ബാലകൃഷ്ണപിള്ള സാർ മന്ത്രിയായിരിക്കുന്ന സമയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ദിവസം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യരിപ്പുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ തൊട്ട് പിന്നിൽ ചെന്ന കാര്യം ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിനോട് പറഞ്ഞു, സാറേ, നമ്മുടെ നാട്ടിലെ ഒരുത്തൻ കൊടി കെട്ടാൻ വന്നു. നമ്മുടെ കൊടി കെട്ടാൻ നമുക്ക് കൗണ്ടറായിട്ടൊരു കൊടി കെട്ടാൻ വന്നു. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കൊടി കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പം ബാലകൃഷ്ണപിള്ള, നിൻ്റെ തന്തയാന്നോടാ എന്ന് ചോദിച്ചു. ഞാൻ അവനിട്ട് ഒറ്റ അടിയം കൊടുത്ത് സാറേ എന്ന് ചോദിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഒരാളാണ് ഈ ബാലകൃഷ്ണ സാറിനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് തോണ്ടിയയാളെ, ഇത് എവിടെയാണ് നടന്നത്? ഞാൻ ഇന്നലെയും കൂടെ വീട്ടിൻ്റെ അവിടെ പോയായിരുന്നു, അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. സാറെന്തോ ആവശ്യം എണീറ്റ് പോയപ്പോൾ ഇയാൾ പറഞ്ഞു, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, ഞാനൊരു ചെറിയ കാര്യം സാധിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ മന്ത്രിമന്ദിരങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ മന്ത്രിയെ വീഴ്ത്താൻ വേണ്ടി ഇല്ലാത്ത കഥകളുണ്ടാക്കും, ഇല്ലാത്ത പ്രശംസാ വചനങ്ങൾ ചൊരിയും, അധികാരത്തിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും പറയും. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ കരുതിയിരിക്കണം. പുകഴ്ത്തലുകൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ പുകഴ്ത്താൻ വേണ്ടി വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും അവർ വരുന്ന ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചാൽ മതി, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മതി, അതോടെ തീരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.